കാലിക്കറ്റ് സർവകലാശാല പഠന വകുപ്പുകളിലെ ക്ലാസുകൾ 21-ന് പുനരാരംഭിക്കും. ഹോസ്റ്റലുകൾ 20-ന് തുറക്കും. DSU തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ക്യാമ്പസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരുന്നത്. യൂനസ് അഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. യൂനസ്, ഒരു അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ക്യാമ്പസ് അടച്ചിട്ടത്. ക്ലാസുകൾ പുനരാരംഭിക്കുള്ള ക്രമീകരണങ്ങളൊക്കെ എന്താണ്? ജീന, കഴിഞ്ഞ ആഴ്ചയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അക്രമ സംഭവങ്ങൾ ഈ ക്യാമ്പസിലുണ്ടായത്. ഇതിന് SFI അതോടൊപ്പം UDSF പ്രവർത്തകർ തമ്മിൽ വലിയ തർക്കങ്ങളും വലിയ അക്രമങ്ങളും ഉണ്ടായി. നിരവധി വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതോടൊപ്പം നിരവധി പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് വൈസ് ചാൻസലർ ഈ ക്യാമ്പസ് അടച്ചിടാനുള്ള ഒരു തീരുമാനമെടുത്തത്. പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷ മുൻകൈയെടുത്താണ്, സുരക്ഷയെ കരുതിയാണ് അന്ന് ഹോസ്റ്റലുകളും ക്യാമ്പസും അടച്ചത്. അതിന് പിന്നാലെ ആ തെരഞ്ഞെടുപ്പും വൈസ് ചാൻസലർ റദ്ദാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ അന്വേഷണം നടത്തി അത് റദ്ദാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ക്യാമ്പസ് തുറക്കാനുള്ള തീരുമാനമായിരിക്കുന്നു. ഈ മാസം 21-ന് ക്യാമ്പസ് തുറക്കും. അതോടൊപ്പം 20-ന് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. 20 വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഹോസ്റ്റലിലെത്താം. 21-ന് ഈ ക്ലാസുകൾ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അവർ നിർദ്ദേശം നൽകിയത്. ഏതായാലും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ്, ഒരു പ്രശ്നവുമില്ല എന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, യൂനസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.